പയ്യനാമണ്ണിലെ പാറമടയിലുണ്ടായ ദുരന്തത്തിൽ ഇപ്പോൾ 2 പേർ മരിച്ചു എന്നുള്ള വാർത്തയാണ്. വളരെ അത്യന്തം ശ്രമകരമായ സാഹസികമായ യത്നത്തിലൂടെയാണ് അവർ ഈ പാറമടയിലെ രക്ഷാദൗത്യം നടത്തിയത്. എന്നാൽ ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഹിറ്റാച്ചിയുടെ ക്യാബിനുള്ളിൽ കണ്ട മൃതദേഹം അജയ് കുമാർ റായ് എന്ന ആളിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 38 വയസ്സ് പ്രായമുള്ള അജയ് കുമാർ റായ് ഹിറ്റാച്ചി ഡ്രൈവ് ചെയ്തിരുന്ന ആളാണ്. ഈ ഈ അപകടം ഉണ്ടായ സമയത്ത് അത് അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ ഈ മൃതദേഹം, ഈ അജയ് റായിയുടെ മൃതദേഹം മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ 3 പേരടങ്ങിയ രക്ഷാദൗത്യം. അവർ യഥാർത്ഥത്തിൽ ദൗത്യം പൂർത്തിയാക്കുന്നതിൻ്റെ അരികിലെത്തിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഈ മൃതദേഹം അല്ലെങ്കിൽ ആളിനെ ജീവനോടെ അല്ലെങ്കിൽ കണ്ടെത്തുകയോ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ ദൗത്യം. 2 മണിക്കൂറിലേറെ നീണ്ടുപോയ ഒരു തെരച്ചിലിനൊടുവിലാണ് ഈ അപകടം പിടിച്ച ഈ സ്ഥലത്ത്, ഈ പയ്യനാമണ്ണെന്ന് പറയുന്ന ഈ ക്വാറിയുടെ നടുവിൽ പാറക്കല്ലുകളൊക്കെ മുകളിൽ നിന്ന് ഉരുണ്ടുവരുന്ന സ്ഥലത്ത് അവർ നടത്തിയ സാഹചര്യത്തിൻ്റെ ഒടുവിലാണ് ഈ ഹിറ്റാച്ചി വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ ഹിറ്റാച്ചിയുടെ ഉള്ളിൽ നിന്ന് ഈ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ മൃതദേഹം മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ. ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. ഷഫീദ്, അടുത്ത നടപടി എന്തായിരിക്കും? നിലവിൽ ഇപ്പോൾ മൃതശരീരം പുറത്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ റോപ്പുമായി ബന്ധിപ്പിക്കുകയാണ്. ഒരു ടാർപോളിൻ ഷീറ്റ് വെച്ച് പൊതിഞ്ഞ റോപ്പുമായി ബന്ധിപ്പിക്കുകയാണ്. ഉടൻ തന്നെ ഇത് മുകളിലേക്ക് ഉയർത്തും. അതിനുശേഷം ആംബുലൻസിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം അങ്ങനെയാണ്. നമുക്ക് ആ ടെറൈൻ്റെ ഒരു ജോഗ്രഫി അടക്കം നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ച് ഹൈറ്റ് മുകളിലേക്കുണ്ട്. അതായത് മുകൾ ഭാഗത്തേക്ക് ഒരു ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് അത് അത്രയും ഉയർത്തിയെടുക്കണം. നിലവിൽ ക്രെയിനിൽ ഘടിപ്പിച്ചുകൊണ്ട് ഈ ശരീരഭാഗം മുകളിലേക്ക് ഉയർത്തും. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ ഇന്ന് വൈകിട്ട് മുതൽ, അതായത് ഇന്ന് രാവിലെ പോയ ദൗത്യം ഏതാണ്ട് ആദ്യഘട്ടത്തിൽ നിരാശയായപ്പോൾ കളക്ടർ ഓഫീസിലേക്ക് മടങ്ങി ചർച്ചകൾ തുടങ്ങിയിരുന്നു. അതിനുശേഷം ഈ എക്സ്കവേറ്റർ എത്തിക്കാനുള്ള ചർച്ചകൾ തുടങ്ങിയിരുന്നു. അതിനുശേഷം വീണ്ടും കളക്ടർ വൈകിട്ട് 3:30 തിരികെ എത്തി. അതിനുശേഷം ലോങ് ബൂം എക്സ്കവേറ്റർ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് അതിന്റെ എക്യുപ്മെന്റ്സും കൊണ്ടുവന്ന അതിന്റെ ഓപ്പറേഷൻ തുടങ്ങാനുള്ള നീക്കത്തിലായിരുന്നു ജില്ലാ ഭരണകൂടം. അതിപ്പോൾ ഏതാണ്ട് പൂർത്തിയായിരിക്കും. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഫയർഫോഴ്സിന്റെ 3-അംഗ സംഘം ആ മൃതദേഹം ഒരു റോപ്പുമായി ടൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇത് പതുക്കെ മുകളിലേക്ക് ഉയർത്തും. ഈ പത്തനംതിട്ട കോന്നി പാറക്കോറി അപകടവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മൾ നടത്തുന്ന നീക്കം അത് ഏറെ നിർണായകമാണ്. കാരണം ആശ്വാസകരമായ ഒരു വാർത്ത അല്ലെങ്കിൽ കൂടി അതൊരു നിർണായകമായ വിവരമായി മാറുന്നത് രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ പ്രതികൂല കാലാവസ്ഥ അടക്കം കാരണം ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ജില്ലാ ഭരണകൂടം അനുവദിച്ചില്ല. പകരം അടുത്ത സാധ്യത എന്ത് എന്ന് പരിശോധിക്കുകയായിരുന്നു. ആ സാധ്യത കൃത്യമായി തന്നെ നടപ്പിലാക്കി. കൊല്ലത്ത് നിന്ന് ആ എക്സ്കവേറ്റർ, ലോങ് ബൂം എക്സ്കവേറ്റർ എത്താനുള്ള സമയം മാത്രമാണ് അതിനെടുത്തത്. അതും എത്രയും വേഗം ഇവിടേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തി അതിനുള്ള വഴിയടക്കം ഒരുക്കുകയും ചെയ്തു. അങ്ങനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി ഇത് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു നീക്കമായിരുന്നു അവർ നടത്തിയത്. ആ ജീവന്റെ ഒരു തുടിപ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പാക്കണമെന്നുള്ളതായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ വാശി. അങ്ങനെ പക്ഷേ ഇപ്പോൾ അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒരു വിവരം മുകളിലേക്ക് അറിയിച്ചിട്ടുണ്ട്. അത് സാധ്യതയില്ല എന്നുള്ളൊരു വിവരം തന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ മൃതദേഹം ഇപ്പോൾ മുകളിലേക്ക് ഉയർത്തുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ റോപ്പുമായി ടൈറ്റ് ചെയ്ത ശേഷം അല്പസമയത്തിനുള്ളിൽ മൃതദേഹം മുകളിലേക്ക് ഉയർത്തും. ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. തൊഴിൽ തേടിയെത്തിയ 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ കോന്നി പാറക്കോറി അപകടത്തിൽ അവർക്ക് ജീവൻ നഷ്ടമായത്. വലിയ അപകടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരിക്കൽ മാത്രമല്ല പാറ ഇടിഞ്ഞ് വന്നത്, തൊട്ടപ്പുറത്ത് 2 ഹിറ്റാച്ചികൾ ഒരേ സമയത്തുണ്ടായിരുന്നു. അതിൽ ഒരു ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് ഈ കൂറ്റൻ പാറകൾ വന്ന് പതിച്ചു. രണ്ടാമത്തെ ഹിറ്റാച്ചി അത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അവിടെ ജോലിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരടക്കം, ആ സമയത്ത് ജോലിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരടക്കം നമ്മളോട് പങ്കുവച്ചൊരു കാര്യം. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് നിർണായകമായിട്ടുള്ള നിമിഷം, ആ തിരച്ചിൽ ദൗത്യത്തിന് നിർണായകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നമുക്ക് ആകാശ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ ടെറൈന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു ഭീകരാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ. ഏതാണ്ട് 100-200 മീറ്ററിലധികം ഉയരത്തിൽ ഈ പാറ ഇവിടെ നിന്ന് ഖനനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് ലോങ് റണ്ണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പാറ കട്ട് ചെയ്തതിന്റെ ഭാഗങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കും. ആ ടെറൈൻ തന്നെയായിരുന്നു പ്രശ്നം. രാവിലെയും പലതവണ ചെറിയ കല്ലുകൾ താഴേക്ക് വന്ന് പതിക്കുന്നത് താഴേക്കിറങ്ങി 5-അംഗ സംഘത്തെ ഭയപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് അവർ തിരികെ കയറിയത്. മാത്രമല്ല അവരെ കൊണ്ട് കൂറ്റൻ കല്ലുകൾ മാറ്റാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നില്ല. മറ്റു ചില കല്ലുകളൊക്കെ മാറ്റി ഈ ക്യാബിനുള്ളിലെ ബോഡി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമൊക്കെ അവർ നടത്തിയിരുന്നു. അന്നേരം അവർ അത് ഐഡന്റിഫൈ ചെയ്തിരുന്നില്ല. പക്ഷെ അവർക്ക് ഉറപ്പായിരുന്നു, ജീവനക്കാരുടെ മൊഴി ഉണ്ടായിരുന്നു, ക്യാബിനിൽ തന്നെയാണ് ഈ തൊഴിലാളി ഉണ്ടായിരുന്നതെന്ന്. സ്വാഭാവികമാണ് അത് എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഈ ലോങ് ബൂം എക്സ്കവേറ്റർ എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്. നിലവിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ ഒരു നിർണായക ഘട്ടം എത്തിയിരിക്കുന്നു. 2 തൊഴിലാളികൾക്കാണ്
ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഓക്കെ. രണ്ടാമത്തെ ശിവദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. കോന്നി പയ്യനാമൺ പാറമടയിലുണ്ടായ ദുരന്തത്തിൽ 2 പേർ മരിച്ചു. രണ്ടാമത്തെ ആളിൻ്റെ മൃതദേഹവും കണ്ടെത്തി. ആ മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്ത് മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ.